നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സമയം പച്ച കളറിൽ മോഷൻ പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ പേരൻസ് പലപ്പോഴും ടെൻഷൻ ആവാറുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ് ദയർ, ദിസ് ഇസ് ഡോക്ടർ ആര്യദേവി. നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ബൈല് നമ്മുടെ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മോഷന് കളർ കൊടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈലിൻ്റെ കളർ പച്ച കളറാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കിടന്നിട്ട് കുറച്ച് ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്റ്റൂളിന് മഞ്ഞ കളർ ലഭിക്കുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയറിയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ബൈലിൻ്റെ കളർ മാറാതെ പച്ച കളറായിട്ട് തന്നെ അത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്റ്റൂൾ പച്ച കളറായിട്ട് കാണുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫോർമുലയൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ഈ ഒരു ഫോർമുലയിൽ അയണിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ഈ അയൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മോഷൻ പച്ച കളറിൽ കാണപ്പെടാറുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് വളരെ വെള്ളം പോലെയുള്ള പാലാണ് വരുന്നത്. അതിനകത്ത് ലാക്ടോസ് ആണ് കൂടുതലായിട്ടുള്ളത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് തിക്കായിട്ടുള്ള ഫാറ്റൊക്കെ കൂടുതലുള്ള പാല് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിപ്പം ആദ്യത്തെ പാല് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് ആദ്യത്തെ പാല് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, അതിന് നമ്മൾ പറയുന്നത് ഫോർമിൽക്ക് എന്നാണ്, അത് മാത്രമാണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ കുട്ടിയുടെ മോഷൻ പച്ച കളറിലും പതഞ്ഞൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ന്യൂട്രീഷണൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നു. ഈ രണ്ട് പാലും കുട്ടിക്ക് കിട്ടിയാൽ മാത്രമേ കുട്ടിക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് കുട്ടിക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ വേഗം സൈഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നാലാമത്തെ കാര്യം, നമ്മൾ ചിലപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റൂള് ഡയപ്പറിലിരുന്ന് തന്നെ ചില ചേഞ്ചസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പച്ച കളറിൽ കാണപ്പെടാറുണ്ട്. അഞ്ചാമത്തെ കാര്യം, അതർ ഡയറ്ററി ചേഞ്ചസ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പച്ചക്കറികളൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പച്ച കളറുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടെ കുട്ടികളുടെ സ്റ്റൂള് പച്ച കളറിൽ കാണപ്പെടാം. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങളാണ്. പക്ഷെ നമ്മൾ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് പച്ച കളറിൽ മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിന് ഫീവർ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡയറിയ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വാട്ടറി ആയിട്ടൊക്കെ കുഞ്ഞുങ്ങൾ മോഷൻ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം.